വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ വിവാദമാകാൻ സാധ്യതയുള്ളൊരു വിധി ഇപ്പോൾ സുപ്രീം കോടതി പുറത്തിറക്കിയില്ല. ഒരു തീരുമാനം സുപ്രീം കോടതി ഇപ്പം പുറത്തിറക്കിയിരിക്കുകയാണ്. അത് മുംബൈയിലുള്ള ഒരു കോളേജ്, NG ആചാര്യൻ DK മറാത്തി കോളേജ്. ആ കോളേജ് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഹിജബ്, ബുർക്ക തുടങ്ങിയ വസ്ത്രങ്ങളൊന്നും ഇവിടെ ധരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു സർക്കുലർ. എന്നാൽ ആ തീരുമാനമാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇത് ജൂൺ 26 ഹൈക്കോടതി വിധിയുണ്ടായിരുന്നു. NG ആചാര്യ DK മറാത്തെ കോളേജ്, ചെമ്പൂരിലുള്ള കോളേജാണ്. 2008 മുതൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. ആ കോളേജ് ഒരു ഡ്രസ് കോഡ് അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ് കോഡ് ഇറക്കാൻ അവർക്ക് പ്രൈവറ്റ് അൺഎയ്ഡഡ് കോളേജ് എന്നുള്ള നിലയ്ക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും സ്വാതന്ത്ര്യമുണ്ട്. യൂണിഫോം എല്ലായിടത്തും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നിർദ്ദേശിക്കാറുണ്ടല്ലോ. അത് ധരിച്ചാണ് ആളുകൾ പോവുക. അതുപോലെ അവർ ഡ്രസ് കോഡ് സംബന്ധിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ പറഞ്ഞത് ഡീസൻറ്റ്, നല്ല മാന്യമായ ഫോർമൽ ആയ വസ്ത്രം ആണ് ധരിക്കേണ്ടത്. മതം പുറത്ത് കാണിക്കുന്ന, മതം പരസ്യപ്പെടുത്തുന്ന വേഷവിധാനങ്ങൾ വേണ്ട. ബുർക്ക, നഖബ്, ഹിജാബ്, ഏതെങ്കിലും തരത്തിലുള്ള തൊപ്പി, ബാഡ്ജ്, ഇതൊന്നും പാടില്ല. മതം റിവീൽ ചെയ്യുന്ന, മതം പുറത്ത് കാണിക്കുന്ന, പരസ്യപ്പെടുത്തുന്ന ഡ്രസ്സുകൾ വേണ്ട. ആണുങ്ങൾക്ക് ഫുൾ അല്ലെങ്കിൽ ഹാഫ് സ്ലീവ്സ് ഷർട്ട്, പിന്നെ ട്രൗസേഴ്സ്. പെൺകുട്ടികൾക്ക് ഇന്ത്യൻ വെസ്റ്റേൺ ഏത് വേണമെങ്കിലും ആകാം. നോൺ റിവീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നും പറഞ്ഞിട്ടുണ്ട് അവർ. പിന്നെ പെൺകുട്ടികൾക്ക് അവിടെ ചേഞ്ചിങ് റൂമുണ്ട്, വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തിട്ട് 3 പെൺകുട്ടികൾ ആണ് ഹൈക്കോടതിയിൽ പോയത്, മുംബൈ ഹൈക്കോടതിയിൽ. അപ്പോൾ മുംബൈ ഹൈക്കോടതി ജൂൺ 26 കോളേജിൻ്റെ തീരുമാനം ശരിവെച്ച് വിധിച്ചു. അതെ, ആ ഡ്രസ് കോഡ് നിലനിർത്തി. അപ്പോൾ ഹിജാബ് നിരോധനം നിലനിന്നു. ഹിജാബ്, നിക്കാബ്, ബുർക്ക ഇതൊന്നും പറ്റില്ല. ആ നിയമം നിലനിന്നു. ഇപ്പോൾ അതിനെതിരെ അപ്പീൽ പോയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. അത് സഞ്ജയ് ഖന്നയുടെയും സഞ്ജയ് കുമാറിൻ്റെയും ബെഞ്ചിലാണ് അത് എടുത്തിരിക്കുന്നത്. അവർ വളരെ രൂക്ഷമായിട്ട് ഇന്ന് വിമർശിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അവർക്ക് സൗകര്യമുള്ളത് ഇടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിമർശിച്ചിട്ടുണ്ട്. എന്നിട്ട് ഭാഗികമായി സ്റ്റേ ചെയ്തു. അപ്പോൾ സഞ്ജയ് ഖന്ന ചോദിച്ച ഒരു ചോദ്യം, ഇതെന്താണിത്, അവർ മതം പുറത്ത് പരസ്യപ്പെടുത്തരുതെന്നോ? അതവരുടെ പേരും മറ്റും കൊണ്ട് അല്ലെങ്കിൽ തന്നെ തിരിച്ചറിയാമല്ലോ. അപ്പോൾ മാധവി ധവാൻ, ഇവരുടെ കോളേജിൻ്റെ വക്കീൽ പറഞ്ഞു, ഞങ്ങളൊരു പ്രൈവറ്റ് അൺഎയ്ഡഡ് കോളേജാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഖന്ന പറഞ്ഞു, ആയിരിക്കാം, പക്ഷേ അതുകൊണ്ട് എല്ലാവർക്കും ഈ ഇന്ന ഡ്രസ്സ് വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധിക്കാൻ ആവില്ലല്ലോ. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. മറ്റേ സഞ്ജയ് കുമാർ ചോദിച്ചു, നിങ്ങളീ പറഞ്ഞ ന്യായം വെച്ചിട്ട് ആളുകൾക്ക് ഇനി പേര് വേണ്ട, നമ്പർ കൊടുത്താൽ മതിയോ? ആളുകൾക്ക് പേരിന് പകരം, ഇപ്പോൾ ജോർജ് എന്നോ അങ്ങനെയൊക്കെ പേരുണ്ടാവുമല്ലോ, അപ്പോൾ പേരിന് പകരം നമ്പർ കൊടുത്താൽ മതിയോ എന്നും ചോദിച്ചു. അപ്പോൾ കോളേജ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ 441 മുസ്ലിം പെൺകുട്ടികളുണ്ട്. ഈ 3 പേർക്കല്ലാതെ മറ്റാർക്കും ഇതിൻ്റെ അകത്ത് ഒരു വിരോധവും ഉണ്ടായിട്ടില്ല. ഇതൊരു സഹവിദ്യാഭ്യാസം, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള കോളേജാണ്. ആരും മറ്റേ മതം ഇങ്ങനെ വെളിപ്പെടുത്തേണ്ടതില്ല. നാളെ ആരെങ്കിലും കാവിയിട്ട് വന്നാലോ എന്ന് ഇവരുടെ വക്കീൽ ചോദിച്ചു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഇത്തരം നിയന്ത്രണങ്ങളുണ്ട് എന്ന് മറ്റേ കോളേജ് ചൂണ്ടിക്കാട്ടി. അവിടെയും ഇങ്ങനെ സ്വാതന്ത്ര്യമൊന്നും ആർക്കും കൊടുക്കാറില്ല. എന്നിട്ട് കോളേജിൻ്റെ വക്കീൽ പറഞ്ഞൊരു സംഗതിയുണ്ട്, ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മൈതാനമല്ല, ഞങ്ങളുടെ കോളേജ് ഒരു മതമൈതാനവുമല്ല, അതിനുള്ള കളിക്കളമല്ലത്
മതവും രാഷ്ട്രീയവും കളിക്കേണ്ട കളിക്കളമല്ല ഞങ്ങളുടെ കോളേജ്, ഞങ്ങളുടെ കലാലയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആണ് അത്. മറ്റേ വക്കീൽമാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എൻഗേജ്മെൻറ്റ് കുറച്ച് ദീർഘമായിട്ട് തന്നെയുണ്ട്. അതിൻ്റെ സത്യം ഇതാണ്, കോടതി ഭാഗികമായിട്ട് സ്റ്റേ ചെയ്യുമ്പോൾ തന്നെ ഈ റൂള് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നിരോധനം ശരിയല്ല എന്ന ആ വാചകങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾ ഒരാൾക്ക് അയാളുടെ വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലേ എന്നും ഈ ജഡ്ജിമാർ ചോദിച്ചിട്ടുണ്ട് ഈ വാദത്തിൻ്റെ ഇടയിൽ. പൊതുവേ ഈ ജഡ്ജിമാരുടെ നിരീക്ഷണം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഭാഗികമായി സ്റ്റേയും കൊടുത്തിട്ടുണ്ടല്ലോ. ഈ വാദം നടക്കുമ്പോൾ സാധാരണഗതിയിൽ പലതും പറയുമെങ്കിലും വിധി അങ്ങനെ വരണമെന്നില്ല. പക്ഷേ ഇതിൽ പൊതുവെ ഇത് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് അവർ ഉന്നയിക്കുന്നതായിട്ട് കോടതി കരുതുന്ന പോലെ തോന്നുന്നു. സുപ്രീം കോടതി പെൺകുട്ടികൾക്ക് ഹിജാബും നിക്കാബും ഒക്കെ ആകാം എന്ന് പറയുന്ന പോലെ തോന്നുന്നു. പക്ഷേ ഹൈക്കോടതി അങ്ങനെയൊന്നുമല്ല അത് കണ്ടിരുന്നത്. മാത്രമല്ല എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടേതായ ഡ്രസ് കോഡ് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ അകത്ത് വേറെ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. നാളെ ഈ തീവ്ര മതവികാരമുള്ള ഇതിപ്പോൾ നമ്മളിപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ ഡ്രസ് കോഡ് മാത്രമല്ല, മറ്റേ ഇതുണ്ടല്ലോ യൂണിഫോം സിവിൽ കോഡ് ഉള്ള പല സ്ഥലമുണ്ട്. സമീപകാലത്ത് തജിക്കിസ്ഥാനിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിരുന്നു. അത് വളരെ തജിക്കിസ്ഥാൻ ശരിക്കും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ്. അവിടെ ഹിജാബും നിക്കാബും ഒക്കെ നിരോധിച്ചിട്ട് പൊതുസ്ഥലങ്ങളിലും ഒക്കെ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നിയമം പാസ്സാക്കിയ വിവരം നമ്മൾ ചർച്ച ചെയ്തതാണ്. മുസ്ലിം രാജ്യങ്ങളിലൊന്നും ഇത്തരം നിർബന്ധങ്ങൾ തജിക്കിസ്ഥാൻ പോലെ ഇങ്ങനെ ഇല്ല, നിങ്ങളിത് ധരിച്ചോളണം എന്നൊക്കെ. പല വേഷവിധാനങ്ങളും അവിടുത്തെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ഒരുപാട് പൊടിയുള്ള സ്ഥലത്തല്ലേ ഈ പർദ്ദയും അതുപോലത്തെ വേഷമൊക്കെ ധരിച്ചൊക്കെ ആളുകൾ പോകുന്നത്. നമ്മുടെ കാലാവസ്ഥ ഭയങ്കര ചൂടും ഒക്കെ ഉള്ളതാണ്. കഴിയുന്നത്ര കുറച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ ഏതെങ്കിലും ഒരു ഹിന്ദു തീവ്ര വികാരമുള്ള ആളുകൾ ഞങ്ങളെല്ലാ ദിവസവും കാവി ഷോള് ഞങ്ങൾ ഈ യൂണിഫോം ഇട്ടോളാം, പക്ഷേ ഇവരൊക്കെ ഹിജാബൊക്കെ ധരിക്കുന്ന പോലെ ഞങ്ങളൊരു കാവി ഷോളും കൂടി കഴുത്തിലിട്ടോളാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ വലിയ ഈ ഗോപി, കുങ്കുമ ഗോപിയോ അതൊക്കെ നല്ല ചുമന്ന നിറമുള്ള ഗോപിയൊക്കെ ചെയ്യാമല്ലോ മറ്റേ നെറ്റിയിൽ. അങ്ങനെയൊക്കെ ധരിച്ച് ശരിക്കും മതചിഹ്നങ്ങൾ അല്ലാതെയും ഹിജാബും നിക്കാബും ഇടാതെയൊക്കെ വരാം, അവിടുത്തെ യൂണിഫോം ഇട്ട് വരാം. പക്ഷെ മതചിഹ്നങ്ങൾ ആയി കാണപ്പെടുന്ന ചില വേഷവിധാനങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഡ്രസ് കോഡ് ആ കലാലയത്തിന് ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ മുസ്ലിങ്ങളുടെ ഒരു ഈ ഒരു ഡ്രസ് കോഡ് എന്ന് പറയുന്നത് മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ എടുത്തു കാണിക്കുന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതാണ് ഈ കുട്ടികൾ ഒരു സമൂഹമായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് അവരൊറ്റപ്പെട്ടും വേറിട്ടും വരണ്ടെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നുണ്ട്. ഈജിപ്തിലെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ആളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ എഴുതിയ പുസ്തകമാണ്. അവരിപ്പോൾ ഇസ്ലാം മതം വിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഇസ്ലാം മതത്തിൽ എങ്ങനെയാണ് ശ്വാസം മുട്ടിയിരുന്നതെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഹിജാബ് ധരിക്കുമ്പോൾ പലപ്പോഴും ഈ ചേഞ്ചിങ് റൂമിൽ പോയിട്ട് ഇത് അഴിച്ചു വെച്ചിട്ട് ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുകയായിരുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ എല്ലാവരുടെയും കൂട്ടത്തിൽ ചേർന്ന് ഒരുപോലെ ഇന്ത്യൻ പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് പോകുന്നത് തന്നെയാണ് അഭികാമ്യം എന്നുള്ളതാണ് ഈ ഹൈക്കോടതിയൊക്കെ വിലയിരുത്തിയിരുന്നത്. അതുകൊണ്ടാണ് ആ ഡ്രസ് കോഡ്. മാത്രമല്ല ഒരു വിദ്യാലയത്തിന്, ഒരു സ്വകാര്യ സംരംഭത്തിന്, സ്വകാര്യ സ്ഥാപനത്തിന് അവിടുത്തെ നിയമങ്ങൾ സ്വീകരിക്കാൻ ആയിട്ട് അനുവാദമുണ്ട്. അവർക്കങ്ങനെ ചെയ്യാം. ആ കോളേജിന് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അവിടെ പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കും എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇത് അനുവദിക്കുന്ന കലാലയങ്ങളിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. മാത്രമല്ല ഈ 3 കുട്ടികളെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള സ്വാതന്ത്ര്യം ആ കലാലയത്തിനും ഉണ്ടല്ലോ. ഇങ്ങനെ
ഈ കൂട്ടം തെറ്റി മേയണം എന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യവും അവർക്ക് ഉപയോഗിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മളെ ഏത് കലാലയം പോട്ടെ, നമ്മൾ ജോലി സ്ഥലത്ത് നിങ്ങൾ പിന്നെ ആ ജോലി സ്ഥലത്തിൻ്റെ പേരെഴുതിയിട്ട് ഒരു സംഗതി കഴുത്തിൽ തൂക്കണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അടിമത്തമായിട്ട് തോന്നുമായിരിക്കും. ഞാൻ അവരുടെ അടിമയല്ലല്ലോ ഈ സ്ഥാപനത്തിൻ്റെ. പക്ഷേ ആ സ്ഥാപനത്തിൽ നടക്കുമ്പോൾ ഈ ആളുടെ പേര് പ്രത്യേകിച്ച് പറയാതെ തന്നെ പദവി, അവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ആരാണെന്നൊക്കെ മനസ്സിലാവും. പിന്നെ സ്ഥാപനങ്ങളിൽ ഈ സ്വൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയില്ലേ, കാർഡ് ഇട്ടിട്ട് അകത്തേക്ക് കയറുന്നത്, അത് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസിൻ്റെ ഭാഗമാണ്. റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആകാം എന്ന് ഭരണഘടനയിലുണ്ട്. നിയന്ത്രണം ഏർപ്പെടുത്താം, സ്ഥാപനങ്ങൾക്കത് ചെയ്യാം എന്നുള്ളത് ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗികമായ സ്റ്റേ തന്നെ ശരിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെയൊക്കെ ചർച്ച നടക്കേണ്ടതാണ്. സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം കൂടി ആലോചിക്കണമല്ലോ. 441 കുട്ടികൾ ഉണ്ട്. ആ ഭൂരിപക്ഷത്തിന് 400-ലധികം പേർക്ക് ഇതേ സമുദായത്തിലുള്ളവർക്ക് ഇത് സമ്മതിക്കാമെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ തീവ്രവാദത്തിൻ്റെ പ്രശ്നമാണിത്. അങ്ങനെ എന്തുകൊണ്ടാണ് കോടതി കാണാത്തതെന്നാണ് ഇപ്പം എൻ്റെ മനസ്സിലൊക്കെ തോന്നുന്നത്. ഒരു 3 കുട്ടികളുടെ മാത്രം പ്രശ്നമാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ആ 3 കുട്ടികൾക്ക് വേറെ ഇവിടുന്ന് TC മേടിച്ച് വേറെ സ്ഥലത്ത് ഇത് അനുവദിക്കുന്ന സ്ഥലത്ത് പോയി പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അല്ല, അതും അതിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ഈ വക്കീൽ. കാരണം ഈ ഇങ്ങനൊരു സർക്കുലർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല കുട്ടികളും ഇവിടെ പഠിക്കാതെ മറ്റ് സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. അതെ, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കും എന്ന് അത് ഒരു അലിഖിത ധാരണയാണ് ആ സ്ഥാപനവും നമ്മളും തമ്മിലുള്ളത്. നമ്മൾ ഇന്ന പത്രസ്ഥാപനത്തിൽ ജോലിയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ തീരുമാനമാണ്. അതെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ കുട്ടികൾക്കും ഉണ്ട്. ഈ പർദ്ദ ധരിക്കാൻ അനുവദിക്കാത്തതൊക്കെ ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് പലരും ചിത്രീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പുതിയ ഭാഗമായിട്ട് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലടക്കം പല ആളുകളും ഇപ്പം പർദ്ദ ധരിച്ചുകൊണ്ട് വാർത്താവതാരകരായിട്ട് മീഡിയ വണ്ണിലൊക്കെ പറ്റുള്ളൂ. മീഡിയ വണ്ണിൽ അങ്ങനെ ചെയ്തോട്ടെ. അതുകൊണ്ടാണല്ലോ അത് ഏറ്റവും അവസാനമായിട്ട് ബാർക്ക് റേറ്റിങ്ങിൽ ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്നത് മീഡിയ വൺ. മറ്റ് എല്ലാ മനുഷ്യരെയും പോലെ ആയിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ മറ്റ് സ്ഥാപനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം കൂടി ഉണ്ട്. 3 കുട്ടികളുടെ തോന്നിയാസം മാത്രമല്ല ഇതിൽ കോടതി തീരുമാനിക്കാനുള്ളത്. മറ്റേ ഒരു സ്വകാര്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമ്മളവിടെ ചെന്ന് ചേരുമ്പോൾ തന്നെ അതനുസരിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് കോടതി ഈ മറ്റേ തൂവൽ കൊട്ടാരത്തിൽ ഈ വവ്വാലിനെ പോലെ ഇരിക്കുന്നു എന്ന് മഞ്ജു വാര്യർ ജയറാമിനോട് പറയുമല്ലോ ഈ വക്കീൽ കോട്ടിട്ട് കഴിയുമ്പോൾ, എന്തിനാണ് കോടതി തന്നെ ആലോചിക്കേണ്ടതല്ലേ, കോടതി എന്തിനാണ് ഇത്തരം വേഷം ധരിച്ച് കോടതിയിലിരിക്കുന്നത്? എന്തിനാണ് വക്കീൽമാർ ഈ വേഷം ധരിച്ച്? ഇത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ വിഴുപ്പാണെന്ന് കരുതി ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ ഇത് വേണ്ടാന്ന് വെക്കാമായിരുന്നില്ലേ? എന്തിനാണ് കോടതികളിൽ ഈ ഡ്രസ് കോഡ്? അത് കോടതി ആദ്യം ഉത്തരം പറഞ്ഞിട്ടല്ലേ ഇതിലേക്ക് കയറേണ്ടത്. അപ്പോൾ കോടതികളിൽ ഡ്രസ് കോഡുണ്ട്, കലാലയത്തിൽ പാടില്ല എന്നാണ് ഈ 2 ജഡ്ജിമാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ആത്മവിമർശനമാകാം. അതെ അതെ.